തേജോമയനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യനാമത്തിൽ ഈ യൂട്യൂബിലൂടെ ദൈവവചനം കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുവിൽ വീണ്ടും എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. സങ്കീർത്തനം 51:11 നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ. പ്രിയരെ, ദൈവസന്നിധിയിൽ നിന്നും ഒരു വ്യക്തിയെ തള്ളപ്പെട്ടാൽ ആ വ്യക്തിയിൽ കടന്നു വരുന്ന 7 വിധമായിരിക്കുന്ന വല്ലാത്ത ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, ഭാരങ്ങൾ, ജീവിതത്തിൽ കടന്നു വരുന്ന വല്ലാത്ത പ്രതികൂലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ വചനം നിങ്ങൾ അതീവ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ അത് ശ്രദ്ധിക്കുകയും അതിൻ്റെ മുമ്പിൽ ഒന്നുകൂടെ വിനയപ്പെടുകയും ചെയ്താൽ തീർച്ചയായും എൻ്റെ ദൈവം നിങ്ങളെ വീണ്ടും അതിശക്തിയോടെ അനുഗ്രഹിക്കുകയും വലിയ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുകയും ചെയ്യും. നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവം മാറ്റിത്തരും. അതേ പ്രിയരെ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ എന്താണ് ദൈവസന്നിധി എന്നും ദൈവസന്നിധിയിൽ ഒരുവൻ ചെലവിട്ടാൽ, സമയം വേർതിരിച്ചിരുന്നാൽ ആ വ്യക്തിയുടെ മേൽ കടന്നു വരുന്ന ദിവ്യമായ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനിടയായി. ആ ദൂതുകളൊക്കെ ഒരുപാട് പേർ കേട്ട് ആശ്വാസം പ്രാപിക്കുന്നതായി ഞാൻ അറിയുന്നു. എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. എന്താണ് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ, നാം പോകുന്ന സഭയിൽ ഒരുപക്ഷെ സജീവമായി പങ്കെടുക്കാത്തത് കൊണ്ടല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ സഭയിൽ നമ്മൾ ചെയ്താൽ ആ സഭയിൽ നിന്നും ഒരുപക്ഷെ ഒരു നടപടി ഉണ്ടായി, പള്ളിയിൽ നിന്ന് ഒരുപക്ഷെ വരണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ പുറത്താക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പുറത്താക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഇവിടെ ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ. ഒരു പള്ളിയിൽ നിന്നോ, ഒരു കൂട്ടായ്മയിൽ നിന്നോ, ഒരു സംഘടനയിൽ നിന്നോ തള്ളപ്പെടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടാൽ വരുന്ന വേദനകൾ അതീവ ദുഃഖമാണ്. എന്താണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ? സങ്കീർത്തനം 51:11 നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അടുത്ത പദം ശ്രദ്ധിക്കുക, നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്നും എടുക്കുകയും അരുതേ. പ്രിയരെ, ഒരു വ്യക്തിയുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്ന അഭിഷേകം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം, രക്ഷയുടെ സന്തോഷം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവികമായിരിക്കുന്ന ചൈതന്യം, ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ ഫലങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന് വേദനയുള്ള കാര്യങ്ങൾ, അനിഷ്ടമായത് ചെയ്ത് പാവപ്രവർത്തികളിൽ തുടർന്നാൽ അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളിൽ ദൈവം പകർന്ന വലിയ വിലപ്പെട്ട നിക്ഷേപമായ പരിശുദ്ധാത്മാവിനെ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവം എടുത്തുകളയും. ഈ എടുത്തുകളയുന്ന അനുഭവത്തെയാണ് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുക എന്ന് വചനത്തിലൂടെ ആമെ പറയുന്നത്. ഈ തള്ളപ്പെടുന്ന അനുഭവത്തെയാണ് വിശുദ്ധ ബൈബിൾ വായിച്ചാൽ ആമെ പട്ടുപോയി, വീണുപോയി എന്നൊക്കെ അവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ദൈവസന്നിധിയിൽ അതിശക്തിയോടെ ശോഭിച്ച, പ്രയോജനപ്പെട്ട, നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ച എത്രയോ പേർ ദൈവസന്നിധിയിൽ തള്ളപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലാണോ ഇപ്പോഴായിരിക്കുന്നത്, അല്ല തള്ളപ്പെട്ടോ എന്ന് നിങ്ങളെക്കുറിച്ച് മറ്റാർക്കും അറിയാൻ പറ്റില്ല. അത് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഞാൻ ദൈവസന്നിധിയിലാണോ അല്ല ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ? തീർച്ചയായും നിങ്ങളിൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവ്, ദൈവശക്തി, ദൈവിക സാന്നിധ്യം, ആത്മാവിന്റെ കൃപകൾ, രക്ഷയുടെ സന്തോഷം, ദൈവമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മ, ഫെലോഷിപ്പൊക്കെ
ഒരുപക്ഷെ വ്യക്തിപരമായി നഷ്ടപ്പെട്ടാൽ മറ്റാർക്കും അറിയില്ലായിരിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതം ദുരന്തപൂർണമായിരിക്കും. വേദനയും ഭാരവും ക്ലേശവും കെടുതികളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞതായിരിക്കാം. വീണ്ടും ഒരുപക്ഷെ അവർ പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം, സ്തുതിക്കാം, ആരാധിക്കാം. എങ്കിലും ഉള്ളം ഒരു കുറ്റബോധത്താൽ പിടിക്കപ്പെട്ട് നീറുന്ന വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നതാണ് ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ. ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരു ആത്മീയന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത് അവനൊരു മാരക രോഗം കൊടുക്കുന്നതല്ല, കടവാരത്താൽ പിടിക്കുന്നതല്ല. ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട, ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ട വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം, അവന്റെ ജീവിതം ഒരുപക്ഷെ നീറി ഭാരത്തോടെ, കുറ്റബോധത്താൽ, ഏകാന്തതയിലൂടെ, വല്ലാത്ത ഇരുൾ നിറഞ്ഞ വേദനയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് ആയിരിക്കാം അവന് പറയുവാനുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആകയാൽ ദൈവസന്നിധിയിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതിരിക്കുവാൻ അതീവ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും സ്തുതിയോടും സ്തോത്രത്തോടും ദൈവവചനം അനുസരിക്കുന്നതിൽ വളരെ ശ്രദ്ധയോടെ, താഴ്മയോടെ, എളിമയോടെ ക്രിസ്തീയ ജീവിതം നയിക്കണമേ എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് എടുത്താൽ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടവന് തുല്യമാണ്. ആകയാൽ ആ ദുരിതങ്ങൾ, വേദനകൾ നിന്നെ വിട്ടു മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കുക, ദൈവസന്നിധി നെടുമ്പാട് വീഴുക. വിശേഷിച്ചും ദൈവസന്നിധിയിൽ നിന്നും ദൈവം ഒരുവനെ തള്ളിക്കളഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വരുന്ന ഒന്നാമത്തെ പ്രതികൂലങ്ങൾ എന്താണ്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ 3 കാര്യങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി ഉൽപ്പത്തി 4-ാം അധ്യായം 14, 16, 12 വാക്യം വായിച്ചാൽ അവിടെ കയീനെ കുറിച്ച് പറയുന്നു. കയീൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു, തിരുസന്നിധി വിട്ടു പുറപ്പെട്ടു. ഒന്നാമത് വരുന്ന പരാജയങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പെന്താണ്? നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. ഒന്നുകൂടെ, നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. പ്രിയരെ, ഇതൊരു വലിയൊരു ചരിത്രമാണ്. ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെട്ട ആദാം അവ്വയുടെ 2 മക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യ ജാതന്മാരാണ്. നമ്മുടെ ആദി പിതാക്കന്മാരായ ആദാം അവ്വയുടെ 2 മക്കളാണല്ലോ കയീനും ഹാബേലും. അവർ ഇരുവരും ദൈവസന്നിധിയിൽ ഒരിക്കൽ ദൈവത്തെ യാഗമർപ്പിക്കുവാൻ കടന്നുപോയി, ആരാധിക്കുവാൻ കടന്നുപോയി. എന്നാൽ കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അവൻ കോപിച്ചു, മുഖം പാടി സഹോദരനോട് കയർത്ത് സംസാരിച്ചു. പിന്നത്തിൽ എന്ത് സംഭവിച്ചു? അവൻ വയലിൽ വെച്ച് സ്തോത്രം സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നുകളയുവാനിടയായി. കൊന്നതിന് ശേഷം ഇതാ ദൈവസന്നിധി വിട്ട് ഒളിച്ചു പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം അവനെ നോക്കി പറഞ്ഞു, നീ കൃഷി ചെയ്യും, നീ അധ്വാനിക്കും, നീ വിത്ത് വിതയ്ക്കും, വളമിടും, വിയർപ്പൊഴുക്കും, ഇതെല്ലാം നീ ചെയ്യും. പക്ഷേ നിനക്ക് ഞാൻ തരുന്ന ശാപം, അതിൻ്റെ വീര്യം അത് നിനക്ക് തരില്ല. കൃഷിയുടെ വീര്യം നിനക്ക് തരില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും വ്യത്യസ്ത നിലകളിൽ പലവിധമായ അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരേ ജോലിയല്ല, വ്യത്യസ്തമായിരിക്കുന്ന ജോലി. കൃഷി പണി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, പല ഗവൺമെന്റ് മേഖലകളിൽ അധ്വാനിക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിൽ നിന്നും നീ പുറത്തായാൽ, നിന്റെ കൃപ ദൈവം ഏറ്റെടുത്താൽ, നീ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ ആത്മാവിൽ പറയുന്നു, അതിൻ്റെ വീര്യം, അതിൻ്റെ സന്തോഷം, അതിനകത്തുള്ള സത്ത, അതിനകത്തുള്ള ഒരു വീര്യം, അതിനകത്തുള്ള പ്രതാപം, അതിനകത്തുള്ള ശക്തി, അതിനകത്തുള്ള ഏറ്റവും വലിയ നന്മ, അതിൻ്റെ പവിത്രത എന്നൊക്കെ പറയുന്ന അത് നിന്നെ വിട്ടുപോകും. വീര്യം ലഭിക്കുന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നു, അതിനൊരു തൃപ്തി
തൃപ്തി വരുന്നില്ല, ഒരു ശൂന്യത, ഒരു വേദന, ഒരു ദുഃഖം, ഒരു തൃപ്തിയില്ലാത്ത അനുഭവം. എന്തൊക്കെയോ ചെയ്യുന്നു, നന്മകൾ വരുന്നു, കയ്യിൽ നിൽക്കുന്നില്ല. ആമേ, ജീവിതത്തിൽ വല്ലാത്ത തകർച്ചകൾ കടന്നു വരുവാൻ കാരണം ഒന്നാമത് നീ ദൈവസന്നിധി വിട്ട് അകന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നിന്റെ ജീവിതം തകർന്നുടഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ജീവിക്കുന്നൊരു ദൈവം വീണ്ടും വീണ്ടും നിനക്ക് ദീർഘായുസ് തരുന്നത് യഥാസ്ഥാനപ്പെട്ട് ദൈവകൃപയിലേക്ക് മടങ്ങി മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നീ അധ്വാനിക്കും, ജീവിതം പാഴും ശൂന്യമായി സ്വസ്ഥതയില്ലാത്തൊരു അനുഭവമായിരിക്കും. ആകയാൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവാലോചന പറയുന്നു. രണ്ടാമതായി, തിരുസന്നിധി വിട്ട് പോയാൽ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപയും അഭിഷേകവും ദൈവശക്തിയും ഒക്കെ നീ പോലും അറിയാതെ ജീവിതത്തിൽ എവിടെയോ താളപ്പിഴകൾ കടന്നു വന്ന് അനുസരണക്കേടോ വല്ലാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ നീ പോലും അറിയാതെ ദൈവ സാന്നിധ്യം നിന്നെ വിട്ടുപോയി, ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയാൽ, രണ്ടാമത് പറയുന്നു, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരുസന്നിധി വിട്ട് നീ ഉഴലുന്നവനായി മാറും. തിരുസന്നിധി വിട്ടാൽ വരുന്ന രണ്ടാമത്തെ ദുഃഖം, നിന്റെ ജീവിതം ഉഴലുന്നവനാകും. എന്താണ് ഉഴലുക എന്ന് പറഞ്ഞാൽ? അനേക വചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. 1-2 ചിന്തകൾ മാത്രം പറയാം. ഉൽപ്പത്തി പുസ്തകം 21:14. ഒരിക്കൽ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു, ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഹാഗറിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. അവിടെ എഴുതിയിരിക്കുന്നു, ഹാഗർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു എന്നൊരു വചനം. ഉഴന്നു നടന്നു. മറ്റൊരു വചനം കൂടെ പറഞ്ഞിട്ട് ഞാൻ തെളിയിച്ചു തരാം എന്താണ് ഉഴന്നു നടക്കുക. 107-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം വായിക്കുന്നു, ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത ഇടത്ത് ഉഴന്നു നടന്നു. അടുത്ത പദം എന്താണ്? അവർ പാർക്കാൻ ഒരു പട്ടണം കണ്ടെത്തിയില്ല. അടുത്ത്, വിശന്നും ദാഹിച്ചും ഇരുന്നു, പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നുപോയി. കഷ്ടത, ഞെരുക്കം, നിലവിളി, പ്രതീക്ഷയില്ലായ്മ. പ്രിയ ദൈവമക്കളെ, എന്താണ് ഉഴലുക എന്ന് പറഞ്ഞാൽ? ഹാഗർ മരുഭൂമിയിൽ ഉഴലുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടുപോയി. ഏകാന്തതയിലൂടെ താൻ ആശ്രയിച്ചവരെല്ലാം കൈവിടപ്പെട്ടു, മരണമുഖാമുഖമായി കാണുന്നു. വല്ലാത്ത ഒറ്റപ്പെടൽ, ഭീതിയും ഭയവും കടന്നു വരുവാനിടയായി. പക്ഷേ ഉഴന്നു എങ്കിലും ഹാഗർ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള വലിയൊരു ജനതയ്ക്ക് ജന്മം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഹാഗർ ഉഴന്നു എങ്കിലും ദൈവം അവളെ മാറോടണച്ച് മരുഭൂമിയിൽ നീരറോ തുടങ്ങുവാനിടയായി. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉഴന്നു എന്ന് പറഞ്ഞാൽ വിശപ്പ്, ദാഹം, പ്രാണനുള്ളിൽ തളർന്നു, കഷ്ടത, ഞെരുക്കം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോയാൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകത്തക്ക രീതിയിൽ നിന്റെ ജീവിതം വല്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ, ആത്മാവിൽ പറയട്ടെ, പുറമേ നോക്കിയാൽ എല്ലാം ഉണ്ട്. വീടുണ്ട്, നല്ല എല്ലാ സംവിധാനങ്ങളും കാണാം. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പേര് ക്രിസ്തീയ പേരാണ്, നല്ല നല്ല പേര്, വലിയ പള്ളിയിൽ പോകുന്നു, ആഡംബരമുണ്ട്, എന്തൊക്കെയോ നീ ചെയ്യുന്നു, സാധുക്കളെ സഹായിക്കുന്നു, ഒക്കെ എല്ലാം ചെയ്താലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നെ എടുത്തു മാറ്റിയാൽ ദൈവസന്നിധി തള്ളപ്പെട്ടവനാണ് നീ. ഉഴലുന്നവനാകും. എല്ലാം ഉണ്ടെങ്കിലും ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഉഴന്ന് ഞെരുങ്ങി കഷ്ടതയിൽ നിലവിളിച്ചതുപോലെ ജീവിതം നിലവിളിയായി, ഒറ്റപ്പെടലായി, തകർന്ന അനുഭവത്തിലൂടെ, ഇരുള അനുഭവത്തിലൂടെ കടന്നുപോകും. ആകയാൽ ജീവിതങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയെങ്കിൽ കാൽവരി ക്രൂശിൽ നിനക്കായി യാഗമായി നിന്റെ പാപങ്ങളെ, ശാപങ്ങളെ, രോഗങ്ങളെ വഹിച്ച് നിനക്ക് വേണ്ടി, മാനവകുലത്തിനു വേണ്ടി യാഗമായി പിടഞ്ഞു മരിച്ച് നിനക്ക് വേണ്ടി ജീവൻ തന്ന സകല മനുഷ്യർക്കും ഒരു മഹായാഗമായി തീർന്ന ആ യേശുവിന്റെ അടുക്കൽ കടന്നുപോയി അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു കൊച്ചുകുട്ടിയെ പോലെ മടങ്ങി വന്നാൽ നിന്നിൽ നിന്നും എടുത്തു മാറ്റിയ പരിശുദ്ധാത്മാവിനെ വീണ്ടും നിന്റെ മേൽ അയച്ച് ദൈവം ശക്തിയോടെ അനുഗ്രഹിക്കുമാകയാൽ ഈ പകൽക്കാല ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവസന്നിധി നെടുമ്പാട് വീഴുക. ഞാൻ നിന്നെ ഒരു നാൾ തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം നിന്നെ മാറോടണയ്ക്കും. നിന്റെ കഷ്ടതകളെല്ലാം മാറി ജീവിതത്തിൽ ഒരു ജയം ദൈവം തരും. മൂന്നാമതായി, ദൈവസന്നിധിയിൽ നിന്നും നീ തള്ളപ്പെട്ടു പോയാൽ, ദൈവ സാന്നിധ്യം നിന്നിൽ നിന്ന് മാറിപ്പോയാൽ
ആമേൻ. ആത്മാവിൽ ഞാൻ പറയുന്നു, മൂന്നാമത് കടന്നു വരുന്ന, നീ പോലും അറിയാതെ കടന്നു വരുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ഉൽപ്പത്തി പുസ്തകം 4:11 വാക്യത്തിൽ മൂന്നാമത് കയീനോട് പറയുന്നു, ദൈവസന്നിധി വിട്ടുപോയ കയീനോട് പറയുന്നു, ദൈവസന്നിധി വിട്ടുപോയ നീ ശാപഗ്രസ്തമായി പോകും. 11 വാക്യം, ശാപഗ്രസ്തമായി പോകും. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആമേ. അത് പ്രത്യേക ഒരു വിഭാഗം ജനത്തെ, ക്രിസ്ത്യാനികളെ മാത്രമല്ല, അല്ലെങ്കിൽ പെന്തക്കോസ് അനുഭവമുള്ള അവരെ മാത്രമല്ല ദൈവം വിളിച്ചത്. ലോകത്തിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടണം. ഏതേ തോട്ടത്തിൽ മാതാപിതാക്കളുടെ അനുസരണക്കേടിനാൽ ശപിക്കപ്പെട്ട മാനവകുലം ഇരുട്ടിലും അന്ധകാരം വേദനയിലൂടെ തകർന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നിത്യമരണത്തിനും ശിക്ഷയ്ക്കും വിധിക്കപ്പെട്ട മാനവകുലത്തെ അവന്റെ ശാപം മാറി അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യവേഷത്തിൽ കടന്നു വന്ന് കാൽവരി ക്രൂശിൽ യാഗമായത്. നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായത് തന്നെ മാനവകുലത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ അനുഗ്രഹത്തിന് പകരം എന്തുകൊണ്ട് പലരും ശാപത്തിലൂടെ കടന്നു പോകുന്നു? എന്താണ് ശാപം? അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് പദമാണ്. അത് ഇരുൾ നിറഞ്ഞതാണ്, വെളിച്ചമില്ലാത്ത അനുഭവമാണ്. മുന്നേറുവാൻ കഴിവില്ല, കണ്ണുനീരും ദുഃഖവും വേദനയും ദാരിദ്ര്യവും പട്ടിണിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ഇല്ലാത്തതുപോലെ വല്ലാത്ത ആവർത്തന പുസ്തകം 28 വായിച്ചാൽ അവിടെ കാണുവാൻ കഴിയുന്നു. എത്രയോ ഭയാനകമായിരിക്കുന്ന അനുഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വെല്ലുവിളികൾ, ശാപങ്ങൾ. എത്ര തന്നെ അധ്വാനിച്ചാലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. സന്തോഷം, കുടുംബജീവിതമുണ്ട്, അതിനകത്ത് സന്തോഷമില്ല. മക്കളുണ്ട്, മക്കൾ പലപ്പോഴും ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്നു. ജീവിതത്തിൽ കണ്ണുനീരും വേദനകളും മാത്രം അടങ്ങിയ ഒരു ജീവിതം, വെളിച്ചമില്ല, അനുഗ്രഹത്തിന്റെ ഒരു കണിക പോലും ഇല്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വല്ലാത്ത ശൂന്യമായിരിക്കുന്ന അനുഭവം. മരിക്കണമെന്ന ചിന്ത, മരിക്കണമെന്ന ചിന്ത, നാടും വീടും വിട്ടുപോകണമെന്ന ചിന്ത, കാണുന്നവരൊക്കെ വെറുപ്പ് തോന്നുന്നത് പോലത്തെ അനുഭവം, ദൈവദാസന്മാരെ കാണുമ്പോൾ കൊല്ലുവാൻ തോന്നുന്നത് പോലത്തെ ഒരു അനുഭവം, പല്ലുകടിക്കുന്ന ഒരു അനുഭവം, അവരെ കാണുമ്പോൾ ഒരു വെറുക്കപ്പെട്ട അനുഭവം. വെളിച്ചം, ദൈവവചനം, സുവിശേഷം കേൾക്കുമ്പോൾ വല്ലാത്ത അറപ്പും വെറുപ്പും, വല്ലാത്ത ശാപം. എന്തുകൊണ്ട്? ദൈവ സന്നിധിയിൽ നിന്ന് നീ അകന്നുപോയി. നിന്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ആ വലിയ നന്മകൾ ദൈവം എടുത്തു കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വീണ്ടും ഞാൻ എടുത്തു പറയാം, ദൈവ സന്നിധി വിട്ടുപോകരുതേ. അതുകൊണ്ട് വീണ്ടും മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടണം. ദൈവാലയത്തിൽ നീ പോകുന്നില്ലേ? നീ യഥാസ്ഥാനപ്പെടണം. പ്രാർത്ഥന ഡിസ്കണക്റ്റ് ആയോ? നഷ്ടപ്പെട്ടു പോയോ? നീ പ്രാർത്ഥന വീണ്ടെടുക്കണം. വചന വായന, വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മ. നീ ഓടി ദൈവാലയത്തിൽ പോയി ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നെടുമ്പാട വീണ് പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നിന്നെ കൈക്കൊള്ളും. ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല. അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കും. ദാവീദ് പറഞ്ഞു, യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും നിനക്ക് ദീർഘായുസും ബലവും നൽകി നടത്തുന്നതിന്റെ പിന്നിലെ ഘടകം എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ മടങ്ങി വരവ് കാത്ത് ഇരിക്കുന്നു. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ച് നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ നിന്നോട് അരുളപ്പാടായി അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാലാമതായി, ദൈവസന്നിധി വിട്ട് ഒരുവൻ ഓടിയാൽ, ദൈവം കൊടുത്ത ശുശ്രൂഷ വിട്ട്, ദൈവ സാന്നിധ്യം വിട്ട്, ദൈവിക സന്തോഷം വിട്ട്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ വിട്ട് ഒരുവൻ ഓടി ഒളിച്ചാൽ കടന്നു വരുന്ന അടുത്ത തിന്മ, കഷ്ടം, വേദന എന്താണെന്ന് അറിയാമോ? യോനയുടെ പുസ്തകം 1 മുതൽ വായിച്ചാൽ കാണുവാൻ കഴിയുന്നു. യോന എന്ന് പറഞ്ഞ അതിശക്തനായ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത രാജ്യമായിരിക്കുന്ന നിനവെ, അവിടെയുള്ള ജനങ്ങളെല്ലാം ദൈവത്തെ അറിയാതെ ദുഷ്പ്രവൃത്തിയിൽ കുടുങ്ങി വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നു. എവിടെയായിരുന്നാലും പാപത്തിന്റെ ശമ്പളം മരണം, നിത്യമായ ശിക്ഷാവിധിയും തകർച്ചയുമാണെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആരും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് അരുളി ചെയ്ത യഹോവയായ ദൈവം ആ ജനം നഷ്ടപ്പെട്ടത് പോകരുത് എന്ന് മനസ്സിലാക്കി യോനാ പ്രവാചകനെ നിനവയിലേക്ക് പോകുവാൻ ദൈവം അരുളപ്പാടറിയിച്ചു. എന്നാൽ വചനം പറയുന്നു, യോന ദൈവ സന്നിധിയിൽ നിന്നും 2 ഇടത്ത് 1-ാം അധ്യായം തുടക്കത്തിൽ 1-2 വാക്യങ്ങളൊക്കെ വായിച്ചാൽ കഴിയും. ദൈവ സന്നിധിയിൽ നിന്നും ഓടി പുറപ്പെട്ട് മറ്റൊരു സന്നിധിയിലേക്ക്, സ്ഥലത്തേക്ക് ദൈവ സന്നിധി വിട്ട് ഓടി.
അദ്ദേഹം വിചാരിച്ചു എന്നെ ദൈവം കാണുന്നില്ല. ബൈബിൾ പറയുന്ന യഹോവയുടെ കണ്ണ് എല്ലായിടമുണ്ട്, നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 139. നാം ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതുമെല്ലാം ദൈവം നമ്മുടെ ഹൃദയത്തിലെ നിരൂപണം അറിയുന്ന ദൈവം 131 ഒരു വചനം പറയുന്നു, തിരു സന്നിധി വിട്ട് ഓടിയാൽ അവിടെയും ഞാനുണ്ട്. അങ്ങനെ ഓടിയ യോന ഒരു കൂലി കൊടുത്ത് കപ്പലിൽ കയറി ദൈവ സന്നിധി വിട്ട് ഓടിയ യോനയുടെ ജീവിതത്തിൽ കടന്നു എന്താണെന്നറിയാമോ? അതിശക്തമായ പ്രതികൂലം, കോളും തിരയും തിരമാലകളും ആഞ്ഞടിക്കുവാനിടയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധി വിട്ട് നീ ഓടിയാൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നാലാമത് വരുന്ന പ്രതികൂലം എന്താണെന്നറിയാമോ? അഞ്ചാമത് കടന്നു വരുന്ന എന്താണെന്നറിയാമോ? വല്ലാത്ത പ്രതികൂലങ്ങൾ, കാറ്റും കോളും തിരമാലകളും വെല്ലുവിളികളും നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഒരിക്കൽ ക്രിസ്തുവിനെ വിട്ട് ഓടിക്കളഞ്ഞ ശിഷ്യന്മാർ കടന്നുപോയ പടക് അല്ലാതെ തകർന്നതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ വിട്ട് നീ ദൈവസന്നിധി വിട്ട് ഓടിക്കളഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ച് ആത്മീയ നന്മകളെ ഉപേക്ഷിച്ച് ഓടിയാൽ ജീവിതത്തിൽ പോകുന്നിടത്തെല്ലാം പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിച്ച് വല്ലാത്ത അയ്യമ്പിളിയിലൂടെ കടന്നു പോകുവാനിടയാകും. ആകയാൽ വീണ്ടും ആ യോനാ പ്രവാചകൻ മനം തിരിഞ്ഞ് വീണ്ടും യഥാസ്ഥാനപ്പെട്ട് ദൈവവാക്ക് അനുസരിച്ചതുപോലെ ദൈവകൃപയിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളെയും മാറ്റി അനുഗ്രഹിക്കുവാൻ ദൈവം, സർവശക്തനായ ദൈവം ഇന്ന് ഈ സമയം നീ മനസ്സിലാക്കുക. ദൈവസന്നിധി വിട്ട് ഓടിയാൽ അഞ്ചാമത് വരുന്ന ഏറ്റവും വലിയ കഷ്ടവും ദുഃഖവും വേദനയും എന്താണ്? നമ്മൾ വായിച്ച അതേ കുറിവാക്യത്തിന്റെ അടുക്കൽ അതുമായി ബന്ധപ്പെട്ട വചനമാണ് സങ്കീർത്തനം 51:10. അവിടെ 51:11 വചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. 10 മുതലൊക്കെ വായിച്ചാൽ അവിടെ കാണുന്നു, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. ദൈവസന്നിധി വിട്ടുപോയാൽ അഞ്ചാമത് കടന്നു വരുന്ന പരാജയം, ദൈവം ഉള്ളിൽ പകർന്ന നിർമ്മലമായിരിക്കുന്ന ഒരു ഹൃദയം, വിശുദ്ധ ഹൃദയം, പവിത്രമായ നിഷ്കളങ്കമായ ആ ഹൃദയം മാറി ആ ഹൃദയത്തിൽ ഇരുട്ട് വന്നു കയറി ആ ഹൃദയം ജഡീകമായിരിക്കുന്ന ഒരു ഹൃദയമായി മാറും. ആ ഹൃദയത്തിൽ ചെകുത്താൻ കുടികൊള്ളും. പിന്നെ ദൈവസന്നിധിയിൽ പോകുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ പ്രിയപ്പെടുവാനും ഇഷ്ടമില്ലാതെ, നമുക്കറിയാം ആ ദാവീദ് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അതിന്റെ അർത്ഥം ദൈവസന്നിധി വിട്ടുപോയാൽ നിർമ്മല ജീവിതം, നിർമ്മലമായിരിക്കുന്ന വിശുദ്ധ ജീവിതം അവർ നഷ്ടപ്പെട്ടു പോകും. പ്രിയ ദൈവമക്കളെ, സദൃശവാക്യം 3:23 വായിച്ചാൽ ഇങ്ങനെ കാണുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നുമല്ലോ. ദൈവസന്നിധി വിട്ട് ദൈവ സാന്നിധ്യം ഒരുവനെ വിട്ടുപോയാൽ അവന്റെ ഹൃദയത്തിൽ എന്ത് കയറും? ഇരുട്ട് കയറും. പാപപ്രവർത്തികൾ, പാപചിന്തകൾ കടന്ന് അതിനകത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ജീവൻ, നിത്യജീവൻ എന്നേക്കുമായി ബ്ലോക്കായി ജീവിതം വല്ലാത്ത ഇരുളടഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകും. ഇതുകൊണ്ടാണ് ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനിൽ പുതുക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുവോ? നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവുണ്ടോ? വിശുദ്ധി കുറവുണ്ടോ? പ്രാർത്ഥനകൾ കുറവുണ്ടോ? ദൈവമായിട്ടുള്ള കൂട്ടായ്മ കുറവുണ്ടോ? പാപം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? മറ്റുള്ളവർക്ക് അനിഷ്ടമായത് ചെയ്യുന്നുവോ? ഈ സമയം നീ നിന്നെ തന്നെ ശോധന ചെയ്യുന്നു. യഥാസ്ഥാനപ്പെട്ടാൽ എൻ്റെ ദൈവം നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. എത്ര തകർന്ന വ്യക്തിയെയും പണിയുന്ന ദൈവം. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇസ്രായേൽ മക്കൾ ദൈവസന്നിധി വിട്ട് അകന്നു, തകർന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചു. ദൈവം കൊടുത്ത പ്രമാണം കാറ്റിൽ പറത്തി തോന്നിയതുപോലെ ജീവിച്ചു. യിരെമ്യാവിന്റെ പുസ്തകം വായിച്ചാൽ ഒരു ദൈവത്തിന്റെ മക്കൾ, ഒരു മനുഷ്യൻ ഇപ്രകാരം പാപം ചെയ്യുമോ എന്ന നിലകളിൽ ഇസ്രായേൽ ജനം അധപ്പതിച്ചു പോയി. ഇവരെ കണ്ട് വേദനിച്ച യിരെമ്യാവിനോട് പറയുന്നു, നീ കുശവന്റെ വീട്ടിൽ പോവുക. അവൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കാഴ്ച കാണുവാനിടയായി. കുശവൻ കളിമണ്ണെടുത്തൊരു പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. പാത്രം മെനഞ്ഞത് ഏകദേശം പൂർത്തിയായപ്പോൾ കുശവന്റെ കയ്യിൽ നിന്നും തറയിൽ വീണതില്ലായിപ്പോയി. കുശവൻ യിരെമ്യാവ് നോക്കിയിരിക്കുമ്പോൾ കുശവൻ ഒരുപക്ഷെ കളയും, ആ മണ്ണിനെ കളയുമെന്ന് മനസ്സിലാക്കി. ഒരുപക്ഷെ എന്നാൽ വീണ്ടും ആ കുശവൻ ആ മണ്ണിനെ ഒന്നുകൂടെ മയപ്പെടുത്തി അടിച്ച് പദം വരുത്തി മനോഹരമായ മറ്റൊരു പാത്രമുണ്ടാക്കി. ഇത് കണ്ട യിരെമ്യാവിനോട് പറയുന്നു,
ഇസ്രായേൽ ജനത്തെ ഇതുപോലെ പണിയുവാൻ കഴിയും. ഒരു മനുഷ്യനെ തകർക്കും ഒടുക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ആ മനുഷ്യൻ ദുഷ്ടത വിട്ടുപിരിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ എത്ര തകർന്നു ഉടഞ്ഞു പോകുന്ന ലോകം വിധിയെഴുതിയാലും നശിച്ചുപോയാലും നീ യഥാസ്ഥാനപ്പെട്ട് ദൈവകരത്തിൽ ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമാകയാൽ ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരിക. സ്വർഗത്തിലെ സകല ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ ദൈവം നിന്നെ നിറച്ച് നിന്നെ ശക്തിയോടെ ദൈവം അനുഗ്രഹിക്കും. ദാവീദ് പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അതിന്റെ അർത്ഥം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ ആമേൻ നിർമ്മലമായ ഹൃദയം നഷ്ടപ്പെട്ടു. നിനക്കൊരു പുതിയ ഹൃദയം, പവിത്രമായ ഹൃദയം, ആമേ നല്ല ഹൃദയം നൽകി നിന്നെ അനുഗ്രഹിച്ചുയർത്തുവാൻ ദൈവം നിന്നെ മാടി വിളിക്കുന്നു. മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്നിധിയിൽ നിന്നും അകന്നുപോയാൽ ആറാമത് വരുന്ന വേദന എന്താണെന്ന് അറിയാമോ? ആമേൻ. അതേ 51 സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വചനത്തിൽ നമ്മുടെ കുറിവാക്യം അതിന്റെ തൊട്ടടുത്തുള്ള വചനങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നു. ആറാമതായി ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആറാമത് ദൈവ സന്നിധി വിട്ട് കടന്നുപോയാൽ ഒന്നുകൂടെ നിന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദിവ്യശക്തി, ദൈവ സാന്നിധ്യം, ആത്മാവിന്റെ ബല, പ്രാർത്ഥിക്കാൻ ഉപവസിക്കാനും ദൈവാലയത്തിൽ പോകുവാനുള്ള ആവേശം, ജീവന്റെ തുടിപ്പ്, ആത്മചൈതന്യം, രക്ഷ, ഇതെല്ലാം അങ്ങ് ദൈവം എടുത്തു കളഞ്ഞാൽ ബൈബിള് പറയുന്നു നിന്റെ സന്തോഷം നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. സാധാരണ സന്തോഷമല്ല, രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് പ്രിയരെ, സ്വർഗത്തിൽ നിന്നും ഒരു ആത്മീയന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. ഒരു മനുഷ്യനെ മുന്നോട്ട് നടത്തുന്ന നയിക്കുന്ന ഘടകമെന്ന് പറയുന്നത് പണവും പ്രതാപവും അല്ല. അവന്റെ ഉള്ളിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവന് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവന്റെ ജീവിതം ദുഃഖപൂർണമായിരിക്കും, ദുരിതപൂർണമായിരിക്കും. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവൻ മനുഷ്യനല്ലാതെയായി തീരുന്നത്, മരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ ജീവിതം ഒടുക്കിക്കളയുവാൻ ആഗ്രഹിക്കുന്നത്, നാടും വീടും വിട്ട് മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ അടിമപ്പെട്ട് ഭ്രാന്തനെ പോലെ ജീവിക്കുവാൻ കാരണമെന്താണ്? അവന്റെ സന്തോഷം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് ആത്മീയനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദാനമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ സന്നിധി വിട്ട് നീ ഓടിയാൽ ദൈവം പകർന്ന രക്ഷയുടെ സന്തോഷം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. ഇത് കണ്ട ദാവീദ് ജീവിതത്തിൽ ദൈവത്തോട് അകന്ന് പാപം ചെയ്തപ്പോൾ അവന്റെ മേലുള്ള ദൈവകൃപ എടുത്തു കളഞ്ഞു. അത് കണ്ടുകൊണ്ട് നിലവിളിക്കുന്നു, രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിനക്ക് നഷ്ടപ്പെട്ടല്ലേ? പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്, എല്ലാം പുറമേ ഉണ്ട്. എല്ലാം നിനക്കുണ്ടെങ്കിലും നീ നിന്നോട് തന്നെ ചോദിച്ചു നോക്ക്, ആമേൻ, നിനക്കൊരു നിർമ്മലമായ ഹൃദയമുണ്ടോ? രക്ഷയുടെ സന്തോഷമുണ്ടോ? ഇപ്പോൾ ഉള്ളിലൊരു വേദനയല്ലേ? ആമേ, ഭാരമല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഒരു ആത്മീയന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നവന്റെ ആ രക്ഷയുടെ സന്തോഷം എടുത്തു കളയൂ എന്നുള്ളതാണ്. പിന്നെ അവന്റെ ജീവിതത്തിൽ കുറ്റബോധം, ദുഃഖം, നീറുന്ന അനുഭവങ്ങളായിരിക്കാം. നഷ്ടപ്പെട്ടല്ലോ, പറ്റിപ്പോയല്ലോ. പിന്നെ അവൻ ഉപവസിക്കുന്നു, നിലവിളിക്കുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ഓടുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാത്ത അനുഭവം. പക്ഷേ ബൈബിള് പറയുന്നു, എത്ര തകർന്ന ഉടഞ്ഞ നശിച്ച വ്യക്തിയായിരുന്നാലും ആ ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന്, ബൈബിള് പറയുന്നതിന്റെ പാപം കടും ചുമപ്പായാൽ ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാൽ പഞ്ഞു പോലെ ആയിരിക്കും. കേട്ടനുസരിച്ചാൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്തു മത്സരിച്ചാലോ വാളിനിരയായി തീരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശിംശോൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ ശക്തനായ ദൈവവൃത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, വേദനയിലൂടെ കടന്നുപോയി. അവൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വീണ്ടും നൽകുവാനിടയായി. ഇത് കൃപായുഗമാണ്. എത്ര തകർന്നവനായിരുന്നാലും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരും. രക്ഷയുടെ സന്തോഷം നിനക്ക് തിരികെ തരും. നീ പഴയതിനേക്കാൾ ശക്തിയോടെ ശോഭിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ആലോചന പറയട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്നും ഒരുവൻ അകന്നു പോയാൽ, ദൈവകൃപ ഒരുവനിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് പള്ളിയിലൊക്കെ പോയി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം പുറമേ കാണിക്കുന്നു എങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ അവസാനമായി ലാസ്റ്റിൽ കടേശിയായി ഒരുവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദന എന്താണെന്ന് ഈ പറഞ്ഞ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു. 51-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ തിരുവചനം 2-ാമത്തെ ഭാഗം പറയുന്നു, മനസ്സൊരുക്കമുള്ള ആത്മാവിൽ എന്നെ താങ്ങണമേ. അത് 7-ാമത് പറയുന്നു, ദൈവസന്നിധി വിട്ടുപോയാൽ മനസ്സൊരുക്കമുള്ള ആത്മാവ് നിന്നെ വിട്ടുപോകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദാവീദിന്റെ ജീവിതത്തിൽ നല്ല മനസ്സിന് ഒരുക്കമായിരുന്നു.
ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവാലയത്തിൽ പോകാൻ എല്ലാത്തിനും നല്ല മനസ്സൊരുക്കമായിരുന്നു. വലിയ സന്തോഷം. ആലയമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാനോ കൃപയുടെ ബഹുത്വത്താൽ ദൈവാലയത്തിൽ ചെന്ന് നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. മറ്റൊടുത്ത് പറയുന്നു, ഉച്ചയ്ക്കും കാലത്തും സന്ധ്യയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. വളരെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിച്ച് ഇടവിടാതെ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, നല്ല ഒരുക്കം, ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഒരുങ്ങിയിരുന്നു. എപ്പോഴും ഒരുക്കം. എന്നാൽ ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടതുപോലത്തെ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ഇവിടെ കാണുവാൻ കഴിയുന്ന പ്രിയരെ, അനുഭവത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ വചനം പറയുന്നു, തന്റെ മനസ്സിന്റെ ഒരുക്കമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പം ഒരു ഒരുക്കമില്ല. വാസ്തവത്തിൽ ശരിയല്ലേ? നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ, ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടാൽ വചനം പറയുന്നു, പണ്ടത്തതുപോലെ ഒരു ഒരുക്കം ഇപ്പോഴില്ല. അല്ലെങ്കിൽ എപ്പോഴും ഒരുക്കം, ആരാധനയ്ക്കൊരു ഒരുക്കം, പ്രാർത്ഥനയ്ക്ക് ഒരുക്കം, സുവിശേഷം പറയുവാൻ ഒരുക്കം, എവിടെയും ആത്മീയ കാര്യത്തിന് ഓടുവാൻ ഒരു ഒരുക്കം. എപ്പോഴും ഒരുങ്ങി ദാഹത്തോടെ ആർത്തിയോടെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി ദൈവാലയത്തിൽ പോകാൻ, സുവിശേഷം പറയാൻ. ഇപ്പം മനസ്സിന് ഒരു ഒരുക്കവുമില്ല. മനസ്സ് ചതഞ്ഞ്, മനസ്സുമല്ലാതെ വിഷണ്ണ മനസ്സായി വേദനയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ. മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവുമില്ല. മനോവസനത്താൽ പിടിക്കപ്പെട്ട് ദാവീദിന്റെ പിന്നത്തെ യഹോശാബാത്ത് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദാവീദിന് രണ്ട് വഴി, ദാവീദിന്റെ ആദ്യത്തെ വഴിയും രണ്ടാമത്തെ വഴിയും. ജീവിതത്തിൽ ദൈവസന്നിധി വിട്ടകന്നു പോയപ്പോൾ പിന്നെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ മനസ്സ് സ്തംഭിച്ചിരിക്കുന്നു, ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു. വല്ലാത്ത ഇരുളടഞ്ഞ അനുഭവത്തിൽ കടന്നുപോയ രണ്ടാമത്തെ ഒരു കാലഘട്ടം ദാവീദുണ്ട് പ്രിയരെ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദാവീദ് വീണ്ടും രക്ഷപ്പെടുവാൻ, വിശുദ്ധ ബൈബിളിൽ തന്റെ പേര് വരുവാൻ, ലോകത്തിൽ തന്നെ ഇന്നും പ്രസംഗിക്കുവാൻ പ്രത്യേക ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ പാപം ചെയ്തു, തള്ളപ്പെട്ടു എങ്കിലും അത് ദൈവത്തിന്റെ മുമ്പിൽ തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരു പ്രവാചകൻ വന്ന് തെറ്റുതിരുത്തിയപ്പോൾ താൻ നെടുമ്പാട് വീണ് കുറ്റം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് 51 സങ്കീർത്തനം ആ പ്രാർത്ഥനയാണ്. പാപം ചെയ്തപ്പോൾ പശ്ചാത്തപിച്ച് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നെടുമ്പാട് വീണ് പശ്ചാത്തപിച്ചപ്പോൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ ഇറങ്ങി വന്ന് തന്നെ കൈവിട്ടില്ല, ഉപേക്ഷിച്ചില്ല. എബ്രായ ലേഖനം വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ദാവീദും വരുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദാവീദിനെ കുറിച്ചും എന്റെ കർത്താവിനെ പ്രസംഗിക്കുവാനിടയായി. ബൈബിളിൽ തന്നെ കുറിച്ച് പുതിയ നിയമത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുവാനിടയായി. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവസന്നിധി തള്ളപ്പെട്ടു എന്ന് തോന്നിയെങ്കിലും മടങ്ങി വരുവാനിടയായി. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെ മടങ്ങി വരവിലേക്ക്, ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ നിനക്കൊരു മനസ്സൊരുക്കമുള്ള നല്ലൊരു ആത്മാവ് തന്ന് ശക്തിയോടെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, വീണ്ടും വീണ്ടും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം ബലവും ശോഭയും തരുന്നത് എന്തിനു വേണ്ടി? ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരുപാട് പേർ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഏറ്റുപറഞ്ഞവരെയൊക്കെ വീണ്ടും അംഗീകരിച്ചതായി കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, ശൗലിന്റെ ചരിത്രം പഠിച്ചാൽ ദൈവവചനത്തെ ശൗൽ തള്ളിക്കളയുവാനിടയായി. ദൈവം അതുകൊണ്ട് ശൗലിനെയും ദൈവസന്നിധിയിൽ തള്ളി. അവരുടെ രാജ്യത്വം ദൈവം ഏറ്റെടുക്കുവാനിടയായി. ഒന്നുമല്ലാത്തവനായി, ശപിക്കപ്പെട്ടവനായി വേദനയിലൂടെ കടന്നു പോകുവാനിടയായി. അതുപോലെ നമുക്കറിയാം, സഭയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ മുമ്പേ നിൽക്കുന്ന പത്രോസിന്റെ ജീവിതം, യൂദയുടെ ജീവിതം അറിയാം. രണ്ടുപേരും ഒരുപക്ഷെ ഒരുപോലത്തെ പാപം കർത്താവിനോട്, യേശുവിനോട് ചെയ്യുവാനിടയായി. പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദ ഒറ്റിക്കൊടുക്കുവാനിടയായി. എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും തുല്യമായ പാപം ചെയ്തു എങ്കിലും മനസ്താപമുണ്ടായി പൊട്ടിക്കരഞ്ഞ പത്രോസിനെ ദൈവം മാറോടണയ്ക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എത്ര തകർന്ന് തരിപ്പണമായി ഇവിടെ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ എത്ര തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. നീ കൃഷി ചെയ്യുന്നു, നിന്റെ കുടുംബജീവിതം, നിന്റെ സകല മേഖലകളിലും ഒരു വീര്യമില്ല, അതിനകത്തൊരു പ്രതാപമില്ല, അതിൻ്റെതായ ഒരു അന്തസത്ത നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. കുടുംബജീവിതം അനുഭവിക്കുന്നു, അതിനകത്തൊരു വീര്യം. നിന്റെ സകല കൃഷി മേഖലകളിൽ, എല്ലാ മേഖലകളിൽ എന്തൊക്കെയോ ഉണ്ട്.
ഒരു ശാപം, അതുപോലെ വീണ്ടും ഉഴലുന്ന ഒരു അനുഭവം, ശപിക്കപ്പെട്ട അനുഭവം, അതുപോലെ തന്നെ കൊടുങ്കാറ്റും വല്ലാത്ത ചുഴലിക്കാറ്റും ജീവിതത്തിൽ കടന്നു വരുന്നു. നിർമ്മലമായ ഹൃദയം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു, മനസ്സൊരുക്കമുള്ള ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ഏതെല്ലാം മേഖലയിലൂടെ നീ കടന്നു പോകുന്നെങ്കിലും എൻ്റെ കർത്താവിന് അതൊന്നും വിഷയമല്ല. ഇന്നലെ വരെയുള്ള കാര്യങ്ങളെ ഓർത്ത് നീറി പുകഞ്ഞ് മരിക്കാൻ വിധിക്കപ്പെട്ടവനല്ല നീ. ആമേ. വെളിപ്പാട് പുസ്തകത്തിൽ 1 മുതൽ വായിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നു, നിനക്ക് മരിച്ചവനെന്ന് ജീവനുള്ളവനെന്ന് പേരുണ്ട്, എങ്കിലും മരിച്ചവനാകുന്നു. എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചാലും എടുത്തു പറയുന്നു. ആമേ. മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളവനായിരിക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണതയുള്ളതായി മാറട്ടെ. വീണ്ടും നിറകണ്ണുകളോടെ ദൈവവചനം വായിച്ച് ആമേ. ആരോടെങ്കിലും തെറ്റുകളോ പാപങ്ങളോ ചെയ്തെങ്കിൽ ദൈവസന്നിധിയിൽ കുറ്റം ഏറ്റുപറഞ്ഞ് നെടുമ്പാടെ വീഴുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി, സ്വപ്നമായിരുന്നു, വലിയ ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു ചണ്ടിയായി ആർക്കും വേണ്ടാത്തവനായി ജീവിക്കുന്നു. എങ്കിലും നല്ല മനസ്സോടെ നീ മടങ്ങി ദൈവകൃപയിലേക്ക് വന്നാൽ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ, വീണ്ടും പറയാം, ശിംശോനെ വീണ്ടും ശക്തിയോടെ ഉപയോഗിച്ചവൻ, തള്ളപ്പെട്ടു എന്ന് തോന്നിയ ദാവീദിലൂടെ വൻകാര്യങ്ങൾ ചെയ്തവൻ. ആമേ, ആമേ. മടങ്ങി വന്നവരെയൊക്കെ ശക്തിയോടെ അനുഗ്രഹിച്ച വലിയവനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. മടങ്ങി വരുമോ? ആ ദൈവസന്നിധിയിലേക്ക് പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരിക, ദൈവകൃപയിലേക്ക് മടങ്ങി വരിക. എവിടെ നീ നഷ്ടപ്പെട്ടു അവിടെ തന്നെ കടന്നു പോവുക. ഏത് പള്ളിയിൽ നിന്നെ വേദനിപ്പിച്ചുവോ അവിടെ തന്നെ കടന്നു പോവുക. നീ കൂട്ടായ്മയിൽ പങ്കെടുക്കുക, ദൈവകൃപകൾ അനുഭവിക്കുക, യഥാസ്ഥാനപ്പെടുക, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പുതുക്കിപ്പണിയുക. ദൈവത്തിന്റെ സന്നിധി നെടുമ്പാടെ വീണാൽ പ്രിയരെ, ആത്മാവിൽ പറയാം, വീണ്ടും പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരും, ദൈവകൃപ നിന്നിലേക്ക് വരും. നീ വിശ്വസിക്കുക, ദാഹിക്കുക, പ്രാർത്ഥിക്കുക. ചില ദിവസങ്ങൾ നീ കാത്തിരിക്കുക, ഉപവസിക്കുക. എൻ്റെ ദൈവം നിന്റെ വലങ്കരം പിടിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആകയാൽ ഈ വചനത്തിന് മുമ്പിൽ താഴുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ തകർച്ചകളും വേദനകളും ഭാരങ്ങളും ദൈവം മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഭാരം? എന്തുകൊണ്ട് ദൈവ സാന്നിധ്യം വിട്ടുപോയി? മടങ്ങി വരട്ടെ. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കും. അതിനായി സ്തോത്രം. മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്ന് വിളിക്കുക. അതിനേക്കാൾ ഒരു ഇഷ്ടമായെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ സുവിശേഷ വേളയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.